എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. 2 കപ്പ് ചോറ് കൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. പത്തിരിക്കും ഇടിയപ്പത്തിനും എടുക്കുന്ന അരിപ്പൊടിയാണ് വേണ്ടത്. 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. എത്രയാണോ അരിപ്പൊടി എടുത്തത് അതിൻ്റെ ഇരട്ടി ചോറെടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ട ശേഷം മാത്രമേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാവൂ. 1 സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടിയും 2 കപ്പ് ചോറും 1 സ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനിയും കൈ വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പുട്ടിൻ്റെ പൊടി പോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ പരുവത്തിലാണ് വേണ്ടത്. ഇനി മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. മിക്സിയുടെ ജാറി എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ചെടുക്കരുത്. 2-3 സ്പൂൺ പൊടി ഇട്ട് കൊടുത്ത് വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ട് വരാം. ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇങ്ങനെ കുഴച്ച മാവ് പോലെ ഇരിക്കും. ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീം ചെയ്ത പാത്രത്തിലോ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് മുകളിൽ നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. സേവനാഴിയിൽ ചെറിയ ചില്ലിട്ട് എല്ലാം നിറച്ച് കൊടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. അങ്ങനെ മുഴുവനും ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. തട്ടിനകത്ത് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മാവ് ചുറ്റിച്ചെടുക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൈ വേദനിക്കാതെ തന്നെ സേവനാഴിയിൽ നിന്ന് മാവ് വരുന്നുണ്ട്. അങ്ങനെ മുഴുവനും ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയും ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്തിരിക്കും. എല്ലാം വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയതും ടേസ്റ്റി ആയതുമായ ഈസി ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ചോറ് ചേർത്തെന്ന് വിചാരിച്ച് ടേസ്റ്റിന് കുറവില്ല. നല്ല ടേസ്റ്റാണ്. ചോറ് ചേർത്തെന്ന് അറിയുക പോലുമില്ല. ഇഷ്ടമുള്ള കറിയുടെ കൂടെ കഴിക്കാം. ഇതുപോലെ ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.